കൃഷിയിടത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് കത്തിരിക്കയിലെ രോഗങ്ങളെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. എല്ലായിടത്തും ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട്, പക്ഷെ സബ് ചെയ്യുന്നില്ല. എല്ലാവരും ഒന്ന് സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം വീഡിയോയിലേക്ക് പോകാം. ബാക്ടീരിയയിൽ പറഞ്ഞത് ബാക്ടീരിയ വിൽറ്റ്, ഫംഗലിൽ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഫ്രൂട്ട് റോട്ട്, ഡാമ്പിങ് ഓഫ്, ലീഫ് സ്പോട്ട്, കോളർ റോട്ട്. ഇനി വൈറലിൽ പറഞ്ഞത് ലിറ്റിൽ ലീഫ് ഓഫ് ബ്രിഞ്ചാള്, മൊസൈക്ക് വൈറസ്. നെമറ്റോഡില് റൂട്ട് നോട്ട് നെമറ്റോഡ്. ആദ്യം ബാക്ടീരിയ വിൽറ്റ്. ഇതെന്ന് പറയുമ്പം നമുക്ക് ചെടി പെട്ടെന്ന് ഉണങ്ങി ഒടിഞ്ഞു പോവും, അതായത് നശിച്ചു പോവും. ഇത് കാരണം ഈ ഒടിഞ്ഞ ഭാഗങ്ങളില്ലേ അവിടെ നിന്ന് ചെറുതായിട്ട് ഒലിച്ചൊലിച്ച് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരണ കാണുമ്പോൾ നമുക്ക് ബാക്ടീരിയ വിൽറ്റ് ആണെന്ന് സ്ഥിരീകരിക്കാൻ പറ്റും. അടുത്ത ഫ്രൂട്ട് റോട്ട് അല്ലെങ്കിൽ ഫൊമോപ്സിസ് ബ്ലൈറ്റ് എന്നും ഇതിനെ പറയാറുണ്ട്. ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ നഴ്സറിയിലും പിന്നെ കൂടാതെ നമ്മൾ ഫീൽഡിൽ നടുവില്ലേ ആ സമയത്താണ് കൂടുതലായിട്ട് വരുന്നത്. ഇത് ഒരു ബ്രൗണും ഗ്രേയും പോലത്തെ കളറിൽ ഒരു വട്ടാകൃതിയിൽ വരാൻ സാധ്യത കൂടുതലാണ്. വന്നതിന് ശേഷം ഇത് ഒരു അസ്ഥികൂടം പോലെ ആയിത്തീരും ചെടി മുഴുവനായി. അടുത്ത ഡാമ്പിങ് ഓഫ്. ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ നഴ്സറിയിൽ ഈ ചെറിയ ചെറിയ തൈകൾ നമ്മൾ നടത്തില്ലേ ആ സമയത്താണ് ഈ ഡാമ്പിങ് ഓഫ് വരുന്നത്. ഈ രോഗം വരുമ്പോൾ ഈ ചെടികൾ ക്രമേണ നല്ല രീതിയിൽ താഴ്ന്ന് ഒടിഞ്ഞങ്ങ് പോകും. അടുത്ത ലീഫ് സ്പോട്ട്. ഈ രോഗം വരുന്ന സമയത്ത് ഇലകളിൽ ചെറുതായിട്ട് വൃത്താകൃതിയിൽ മഞ്ഞ കളറിൽ രൂപപ്പെടും. ഇത് കാരണം കുഞ്ഞു കുഞ്ഞു ഇലകളിലാണ് ഇത് മെയിൻ ആയിട്ട് വരുന്നത്. ഈ സമയത്ത് ഈ ഇലകളെല്ലാം കൊഴിഞ്ഞു പോകും. അടുത്ത കോളർ റോട്ട്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ പുതിയ ഇലകൾ തളിര ഇലകൾ വരുന്ന സ്ഥലത്ത് നല്ല രീതിയിൽ ഉണങ്ങും. ഇത് കാരണം ചെടി ഇല്ലാതായി പോവുകയും ചെയ്യും. വൈറൽ ഡിസീസിന് മെയിൻ ആയിട്ട് വരുന്ന രോഗമാണ് ലിറ്റിൽ ലീഫ് ഓഫ് ബ്രിഞ്ചൽ. ഈ രോഗം എന്ന് പറയുമ്പോൾ ചെറിയ ഇലകളെല്ലാം ചുരുണ്ട് ചുളുവി പോവും. ഇത് കാരണം നമുക്ക് ഒരു ഫലം പോലും അതിൽ നിന്ന് കിട്ടാതാവും. ലീഫ് ഹോപ്പറാണ് ഈ അസുഖങ്ങൾ പരത്തുന്നത്. അടുത്ത റൂട്ട് നോട്ട് നെമറ്റോഡ്. ഇതെന്ന് പറയുമ്പോൾ വേരുകളിൽ മുഴ പോലെ ഉണ്ടാകും. ഇത് കാരണം ചെടി മുരടിക്കുകയും വളർച്ച നിൽക്കുകയും ചെയ്യും. ഈ രോഗങ്ങളുടെ പ്രതിരോധത്തിനായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ബാക്ടീരിയ വിൽറ്റിനായിട്ട് സൂര്യ, ശ്വേത, ഹരിത, അർക്ക, നിധി പോലുള്ള വെറൈറ്റികൾ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. കൂടാതെ അടുത്തടുത്ത് ചെയ്യുന്ന കത്തിരിക്ക കൃഷികളെല്ലാം നിർത്തിവെച്ച് ഇടയ്ക്കിടെയായിട്ട് നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. ഫംഗൽ ഡിസീസ് പ്രതിരോധിക്കാനായിട്ട് നമുക്ക് ട്രൈക്കോഡെർമ വിറിഡി അല്ലെങ്കിൽ ബവിസ്റ്റിൻസ് പോലുള്ള ഇതൊരു ബയോ കൺട്രോൾ ഏജന്റ് ആണ്. 1 gram per 1 kg എന്നുള്ള രീതിയിൽ നമുക്ക് ഫീൽഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വൈറൽ ഡിസീസിനെ പ്രതിരോധിക്കാനായിട്ട് തൽക്കാലം ഇപ്പം മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെടികളെല്ലാം ഇല്ലാതാക്കുക, അതായത് ഈ രോഗം വന്ന ചെടികളെല്ലാം ഫീൽഡിൽ നിന്ന് മാറ്റുക. കൂടാതെ ഇത് കത്തിച്ച് കളയാൻ പറ്റും. ഇത് കാരണം നമുക്ക് ഈ ലീഫ് ഹോപ്പറും ഏഫിഡ് പോലുള്ള പ്രാണികളൊന്നും നമ്മുടെ ഫീൽഡിൽ വരാതിരിക്കും. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ പുതിയൊരു വീഡിയോ